മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉണ്ടായ ഒരു സിനിമ, കാഴ്ചക്കാരന് ഉത്തരം കിട്ടാത്ത ഒരു രസമുള്ള ചോദ്യം ബാക്കിയാക്കിയ സിനിമ, ഒടുവിൽ തലമുറകൾ ആഘോഷിക്കുന്ന ഒരു കാലാതീതമായ ക്ലാസിക് ക്ലൈമാക്സ്. 27 വർഷങ്ങൾക്ക് ശേഷം റീ റിലീസിന് ഒരുങ്ങുമ്പോഴും സിനിമയുടെ പുതുമ ഇന്നും അതേ തിളക്കത്തിലാണ്. ഒരു സിനിമയേക്കാൾ കൂടുതലാണ് സമ്മർ ഇൻ ബത്ലഹേം. ഒരു സമ്മർ വെക്കേഷനും ആമിയും രവിശങ്കറും ഡെന്നീസും നിരഞ്ജനും മോനായിയും വീണ്ടും വരുമ്പോൾ കാലത്തിന്റെ മഞ്ഞിൽ മങ്ങിയ ഓർമ്മകൾക്ക് വീണ്ടും ജീവൻ ലഭിക്കും. ബത്ലഹേമിലെ ഒഴിവുകാലം സമ്മാനിക്കുന്നത് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ആഘോഷങ്ങളുടെയും സമ്മേളനമാണ്. പ്രേക്ഷകനെ പിടിച്ചിരുത്താനുള്ള കഴിവ് അതുതന്നെയാണ് ചിത്രത്തിന്റെ മികവും. ഒരു പൂച്ചയ്ക്കൊപ്പം എത്തുന്ന പ്രണയ സന്ദേശത്തിലാണ് സിബി മലയിൽ സിനിമ തുറന്നിടുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും സിനിമയുടെ അവസാനത്തിൽ നമ്മളും ഒരു പൂച്ചക്കുഞ്ഞിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത്. ആ പൂച്ചയെ അയച്ച സുന്ദരി ആരെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കേണൽ മുത്തശ്ശനോടൊപ്പം കൊച്ചുമക്കൾ എല്ലാവരും ബത്ലഹേമിലേക്ക് എത്തുമ്പോൾ അത് സിനിമാ പ്രേമികളുടെ നൊസ്റ്റാൾജിയ തൊട്ടുണർത്തും. ഒരു നായകന്റെ കഥയിൽ മറ്റൊരു നായകനെ കഥാബിന്ദുവാക്കി ഇരുവരിൽ നിന്നും നായികയിലേക്ക് എത്തുന്ന അപൂർവമായ ഒരു കഥാതന്ത്രം. അവസാന നിമിഷം മറ്റൊരു നായകന്റെ രംഗപ്രവേശനം. അതോടെ വെറും മിനിറ്റുകൾ മാത്രം നീണ്ട പ്രകടനത്തിലൂടെ സിനിമ തന്നെ തന്റേതാക്കി മാറ്റുകയായിരുന്നു മോഹൻലാൽ. നിരഞ്ജന്റെ വിരഹവും പിഴവുകളും മറന്ന് പ്രേക്ഷകർ സന്തോഷത്തോടെ പുറത്തിറങ്ങാൻ കാരണമായത് ആ പാരൽ ട്രാക്കാണ്. നീണ്ട ജയിൽവാസം അവനെ തന്റെ തെറ്റിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ 4.5 വയസ്സുകാരിയുടെ വിടരാത്ത കൈക്കഷ്ണം തന്നെ നിരഞ്ജന്റെ ജീവിതത്തിന്റെ ഉത്തരമാക്കി മാറ്റുന്നുണ്ട് രഞ്ജിത്തിന്റെ അസാധാരണമായ ആ എഴുത്ത്. നിരഞ്ജന്റെ ജീവിതം അവിടെ തീരുമ്പോൾ കഥ ജയിലഴികൾക്കപ്പുറം തുടരുന്നു. അഭിരാമി ഡെന്നീസിനൊപ്പം മാരിവില്ലിന്റെ ഗോപുരങ്ങളിലേക്ക് മടങ്ങുന്നു. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ ആ രാജകുമാരന് തന്റെ രാജകുമാരി സ്വന്തമാകുന്നു. അപ്പോഴും രവിയോട് ഇഷ്ടം പറയാൻ പൂച്ചയെ അയച്ചത് ആരെന്ന് സസ്പെൻസ് ആക്കി തന്നെ നിലനിർത്തി. സിനിമ അതിന്റെ ഉത്തരം തേടി മുന്നോട്ട് പോകുമ്പോൾ രണ്ടുപേരെ കൊണ്ടിരുത്തി. സംഗീതം അവതരിപ്പിച്ച ജ്യോതിയും മയൂരിയുടെ ഗായത്രിയും. പക്ഷെ ആ രണ്ടുപേരിൽ നിന്നും രഹസ്യം പുറത്തെത്തിയില്ല. ആ സുഖമുള്ള കാത്തിരിപ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. എഴുത്തുകാരൻ രഞ്ജിത്തിന്റെ തീരുമാനവും അതുതന്നെയാണെന്ന് സിബി മലയിൽ ഇടയ്ക്ക് പറഞ്ഞു വെച്ചിരുന്നു. അതെ, ഒരു 2ാം ഭാഗത്തിനായി പ്രേക്ഷകർ കൊതിച്ചു പോകുന്ന കാത്തിരിപ്പ്. 27 വർഷങ്ങൾക്ക് ശേഷം ബത്ലഹേമിലെ പ്രിയപ്പെട്ടവർ 4K മികവിൽ ഒത്തുകൂടുമ്പോൾ ആ കാഴ്ചയിലേക്കാണ് അവർ നമ്മെ വീണ്ടും വിളിക്കുന്നത്. ഒരിക്കൽ കൂടി കാണാൻ, ഒരിക്കൽ കൂടി അനുഭവിക്കാൻ സമ്മർ ഇൻ ബത്ലഹേം.